മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 22/9/1966 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മൂലമാണ് നക്ഷത്രം. മൂലം 4-ാം പാദം. തുലാ ലഗ്നം. ലഗ്നത്തിൽ കേതു, 2-ൽ ഗുളികൻ, 3-ൽ ചന്ദ്രൻ. 4-5 ഭാവങ്ങൾ ശൂന്യം. 6-ൽ ശനി, 7-ൽ രാഹു. 8-9 ഭാവങ്ങൾ ശൂന്യം. 10-ൽ കുജൻ, ഗുരു. 11-ൽ ശുക്രൻ. 12-ൽ സൂര്യൻ, ബുധൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ഈ ഗ്രഹനില പരിശോധിച്ചാൽ ഏറ്റവും ആദ്യം തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ലഗ്നാൽ 10-ൽ ഹംസ മഹായോഗം കൊടുത്ത് വ്യാഴം നിൽക്കുന്നു കർക്കിടകത്തിൽ. ഉച്ചനാണ് വ്യാഴം. പൊതുവേ കർക്കിടകത്തിലൊക്കെ വ്യാഴം ഏത് പൊസിഷനിൽ നിന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫലം കൊടുക്കുന്നത് തന്നെയാണ്, കൊടുക്കേണ്ടതുമാണ്. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഗുണവും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഹംസയോഗം, പ്രത്യേകിച്ചും വ്യാഴം പോലത്തെ സാത്വികമായിട്ടുള്ള ഒരു ഗ്രഹം, ഭാഗ്യകാരക ഗ്രഹം ഉച്ചനായി നിന്നിട്ടും എന്തുകൊണ്ട് ഗുണം കിട്ടിയില്ല? ആ വ്യാഴം നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഹെവിയായ അളവിൽ, തോതിൽ നെഗറ്റീവായിട്ടുള്ള ഗ്രഹങ്ങളുടെ, ഛായാഗ്രഹങ്ങളുടെ, ഗുളികൻ്റേതുൾപ്പെടെയുള്ള സാന്നിധ്യം ഒരു ഗ്രഹനിലയിൽ ഉണ്ടെങ്കിൽ വ്യാഴത്തെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുക. അഭിഭാഷക വൃത്തി ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. എന്നാൽ അദ്ദേഹം ജീവിക്കുന്നത് മറ്റൊരു ജോലി കൊണ്ടാണ്. പറഞ്ഞതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. LLB, LLM പോലെയുള്ള ബിരുദം കയ്യിലുണ്ടായിട്ടും, അഭിഭാഷകൻ എന്ന് പറയുന്ന ലേബൽ കയ്യിലുണ്ടായിട്ടും ജീവിക്കാനായി മറ്റൊരു തൊഴിലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുന്നത് തന്നെ എ ടൈപ്പ് ഓഫ് നെഗറ്റിവിറ്റി തന്നെയാണ്. മറ്റൊരു തരത്തിൽ പ്രധാനമായും ഈ ഗ്രഹനിലയിൽ തുലാലഗ്നം, ലഗ്നത്തിൽ കേതു, സ്വാഭാവികമായിട്ടുള്ള രാഹുവിൻ്റെ 7-ാമത്തെ ദൃഷ്ടി. 2-ൽ ഗുളികൻ, ലഗ്നത്തിലേക്ക് 12-ാമത്തെ ദൃഷ്ടി. 3-ൽ ചന്ദ്രൻ, അവിടേക്ക് ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടി. രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങിയ ശേഷം ശനിയുടെ 10-ാമത്തെ ദൃഷ്ടി. രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 9-ാമത്തെ ദൃഷ്ടി. മനസമാധാനം വട്ടപൂജ്യം. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതവും അങ്ങനെ തന്നെയാണ്. വ്യക്തി സംബന്ധമായിട്ടുള്ള ഉയർച്ച പോലെയുള്ള കാര്യങ്ങൾക്ക് തീരെ മനസമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത ഒരു ജീവിതം. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉള്ള ഒരു വിവാഹ ജീവിതം. അതേപോലെ തന്നെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പെൻഡിങ്ങിൽ മാത്രം നിൽക്കുകയും അനുഭവത്തിൽ വരാതിരിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ ധാരാളം ഒക്കെയുള്ള ഒരു ഗ്രഹനില കൂടിയാണിത്. അപ്പോഴും വ്യാഴം ഇവിടെ ഹംസയോഗം കൊടുത്ത് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാഴം ഇവിടെ ഹംസയോഗം കൊടുത്ത് നിൽക്കുമ്പോഴും അതിനൊപ്പം നിൽക്കുന്നത് ആരാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുജൻ നീചനായിട്ട് നിൽക്കുന്നു. 2-ൻ്റെയും 7-ൻ്റെയും ആധിപത്യം വഹിക്കുന്ന ശക്തന്മാരിൽ ശക്തനായിട്ടുള്ള കുജൻ നീചനായിട്ട് കർക്കിടകത്തിൽ നിൽക്കുന്നു. അതിനോടൊത്താണ് വ്യാഴം നിൽക്കുന്നത്. പൊതുവെ വ്യാഴം അല്ലെങ്കിൽ ഏത് ഗ്രഹമാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഏതൊരു ഗ്രഹം, അത് ശുക്രനായിക്കോട്ടെ, കുജനായിക്കോട്ടെ, ശനി ആയിക്കോട്ടെ, ആര് തന്നെയാണെങ്കിലും ഉച്ചനായിട്ടോ അല്ലെങ്കിൽ സ്വന്തം ക്ഷേത്രങ്ങളിൽ തലയെടുപ്പോടുകൂടി നിന്ന് കഴിഞ്ഞാൽ അതിനൊപ്പം നീചനായിട്ട് ഗ്രഹങ്ങൾ നിൽക്കാതിരുന്നാൽ ഏറെ നന്ന്. അതല്ല എങ്കിൽ ആ നീചത്വം ഈ നിൽക്കുന്ന ഗ്രഹത്തിലേക്കും കലരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അനുഭവങ്ങൾ അത് തെളിയിച്ചുകൊണ്ടേയിരിക്കും, ഒന്നിടവിട്ട്. മാത്രവുമല്ല, ഇദ്ദേഹം നിലവിൽ സഞ്ചരിക്കുന്നത് രാഹുദശയിലാണ്. 2028 വരെ. എല്ലാവർക്കും, ഒട്ടുമിക്ക ആളുകൾക്കെല്ലാം അറിയാം, രാഹുദശയുടെ കാലാവധി എന്ന് പറയുന്നത് 18 കൊല്ലമാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പീക്ക് ടൈമിൽ തന്നെ രാഹു വന്ന് കയറി. ലഗ്നത്തിലേക്ക് ഗുളികൻ ദൃഷ്ടിയും ചെയ്തു. മാത്രവുമല്ല, ഇദ്ദേഹത്തിൻ്റെ പഠനമൊക്കെ പല സമയത്തായി പല രീതിയിൽ പല രൂപത്തിൽ മുടങ്ങിയ ശേഷമാണ് അത് പിന്നീട് എഴുതിയെടുത്ത് ആ ബിരുദമൊക്കെ കരസ്ഥമാക്കുന്നത്. 2-ൽ ഗുളികൻ, വിദ്യാ തടസ്സം. മാത്രവുമല്ല, 2-ാം ഭാവാധിപൻ നീചൻ. അതേപോലെ തന്നെ വിവാഹ സ്ഥാനത്ത് രാഹു, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചൻ, കുജൻ തന്നെ. അപ്പോൾ വിവാഹ സംബന്ധമായിട്ട് 7-ൽ രാഹു നിൽക്കുകയും 7-ാം ഭാവാധിപൻ നീചനായി, പ്രത്യേകിച്ച് കുജൻ്റെ സ്വഭാവമൊക്കെയുള്ള ഗ്രഹം നീചനായി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എടുത്തടിച്ച പോലെ മറുപടി പറയുന്ന, അംഗീകരിക്കാത്ത, മത്സരബുദ്ധിയുള്ള ഒരു തരം മൈൻഡ് സെറ്റുള്ള ഒരാളായിരിക്കും പാർട്ട്ണർ വിവാഹ സ്ഥാനത്ത് വരിക. അതങ്ങനെ തന്നെയാണ്. അതുവഴിയും സ്വസ്ഥത, സമാധാനം ഇദ്ദേഹത്തിനില്ല.
അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ 2-ൽ നിൽക്കുന്ന ഗുളികൻ എന്ന് പറയുമ്പോൾ അത് ധനസ്ഥാനവും കൂടാണ്. മണി ബ്ലോക്സിനെ ഉണ്ടാക്കും. വിദ്യാതടസ്സം വരുത്തി അത് ധനപരമായിട്ടുള്ള തടസ്സങ്ങളെയും വരുത്തും. അത് വരുത്തിയിട്ടുണ്ട് ധാരാളം തവണ. ഇത്തരം അവസ്ഥകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രാഹു ദശയൊക്കെ വന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനിലയുടെ പാറ്റേൺ തന്നെയാണിത്. മാത്രവുമല്ല, ഇവിടെ തിയറികൾ തന്നെ മാറുന്ന ഒരവസ്ഥയുമുണ്ട്. ലഗ്നാൽ 10-ലൊക്കെ കർക്കിടകത്തിൽ വ്യാഴം ഉച്ചനായി നിന്നിട്ടും കർമ്മ സംബന്ധമായിട്ടുള്ള ഉയർച്ച എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്ന് പറയുന്ന ഒരു വിരോധാഭാസം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിനി ഒരല്പം മാറുക, ഒരല്പം കാര്യങ്ങൾ അനുകൂലത്തിലേക്ക് വരിക 2028 സെപ്റ്റംബറിന് ശേഷം തുടങ്ങുന്ന വ്യാഴദശയിൽ 100% എന്നൊന്നും പറയാൻ പറ്റില്ല. നീചനായിട്ടുള്ള ഗ്രഹത്തോടൊപ്പം നിൽക്കുന്ന, പ്രത്യേകിച്ച് ആ ഗ്രഹം ഗുളിക ഭവനാധിപനും കൂടാണ്. പവർ കൂടും, നെഗറ്റീവായിട്ടുള്ള ശേഷി, ശക്തിയുടെ പവർ കൂടും. എന്നിരുന്നാൽ തന്നെയും മരുഭൂമിയിൽ പെയ്യുന്ന ഒരു മഴ പോലെയുള്ള ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് ഇദ്ദേഹം ഏതെങ്കിലുമൊക്കെ രീതിയിൽ വ്യാഴം കൊണ്ടു ചെന്ന് എത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് ഭയങ്കര വലുതാണോ അല്ലയോ എന്നൊന്നും നമുക്ക് ഇമാജിൻ ചെയ്ത് പറയുക അസാധ്യവുമാണ്. എന്നാലും വ്യാഴദശ ആയതുകൊണ്ടും ഉച്ചനായി നിൽക്കുന്നത് കൊണ്ടും ഈ വ്യക്തിയിലൊരു കൺട്രോൾ, പ്രത്യേകിച്ച് ഭാവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോഴും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ശ്രദ്ധ നിർബന്ധമായും കൊടുത്ത് തന്നെ വേണം പോകാനായിട്ട്. മാത്രമല്ല, മനസ്സ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ശ്രദ്ധ. പിന്നീട് നിരാശപ്പെടേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ഗവേഷണം നടത്തി തിരിച്ചറിഞ്ഞ് തന്നെ വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക. അതല്ലാത്ത പക്ഷം അത് പിന്നീട് മാനസികമായിട്ടുള്ള വ്യഥകളിലേക്കോ ബുദ്ധിമുട്ടുകളിലേക്കോ നിരാശകളിലേക്കോ ഒക്കെ പോകാനുള്ള സാധ്യതയുടെ ശതമാനം 100%. ചന്ദ്രൻ, ഗുളികൻ്റെ ദൃഷ്ടി, രാഹുവിൻ്റെ ദൃഷ്ടി, ശനിയുടെ ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ ഇതിനെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ തന്നെ വേണം മനസ്സ് കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ വേണോ വേണ്ടയോ ഒന്ന് പുനർവിചിന്തനം ചെയ്ത് ഉറപ്പിച്ച ശേഷമേ മുന്നോട്ട് പോകാവൂ എന്ന് സാരം. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മൂലമാണ് നക്ഷത്രം. കേതു ദശയിൽ ജനിച്ചു. 67 വരെ കേതു, അതിനുശേഷം 20 കൊല്ലം ശുക്രൻ, അതിനുശേഷം 6 കൊല്ലം സൂര്യൻ, അതിനുശേഷം 10 കൊല്ലം ചന്ദ്രൻ, അതിനുശേഷം കുജൻ 2010 വരെ, അതിനുശേഷം രാഹു 2028 വരെ. അതിനുശേഷമാണ് നേരത്തെ പറഞ്ഞ ഗുരു, ശനി എന്നീ ദശകൾ കടന്നു വരിക. ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് രാഹുവിൽ ചന്ദ്രനാണ്. വളരെ മോശമാണ്. 2026 മാർച്ച് 2 തൊട്ട് 2027 സെപ്റ്റംബർ 1 വരെ എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധ കൊടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. രാഹുവാണ്, ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുള്ള രാഹുവാണ്. ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്. ഗുളികൻ്റെ ദൃഷ്ടി പ്രസ്തുത അപഹാരത്തിൻ്റെ നാഥനായിട്ടുള്ള ചന്ദ്രനുമുണ്ട്. അബദ്ധങ്ങൾ, തെറ്റുകൾ ഒക്കെ പറ്റാൻ ഏറ്റവും പറ്റിയ സമയം എന്നത് നിശ്ചയം. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ, കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ എടുക്കുക, നിർബന്ധമായിട്ടും എടുക്കുക. ഇതൊക്കെ നേരത്തെ കൂട്ടി പരിഹാരങ്ങളൊക്കെ അറിഞ്ഞ് ചെയ്ത് പോയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒരു 50% മിനിമം, അല്ലെങ്കിൽ ഒരു 40% മിനിമം കുറഞ്ഞു നിന്നേനെ. ഇത് ഡയറക്റ്റ് പോയി കുഴിയിൽ ചാടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അറിവില്ലാത്തത് കൊണ്ടാണ്. അറിവില്ലാതെ പോകുമ്പോൾ കുഴികളിൽ ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പരിഹാരങ്ങൾ എടുത്ത് പോയി കഴിഞ്ഞാൽ ഒരല്പം ആശ്വാസം, ഒരു തട്ടുണ്ടായാൽ തന്നെയും വലിയ കേടുപാടുകളില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരാൻ സാധിക്കും. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.